നല്ല വലിപ്പമുള്ള നല്ല സുന്ദരിയായ മത്തിയാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത്. അത് 1 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ കറി വെച്ചാൽ കൂടുതലായി പോകും. അതുകൊണ്ട് കുറച്ചെടുത്ത് വറുക്കുകയും കുറച്ച് കറി വെക്കാനും എടുത്തു. അപ്പം അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ മീൻ വെട്ടുന്നത് ഒന്ന് കാണിച്ചു തരാം. പല രീതിയിൽ വെട്ടാൻ പറ്റും. ഇത് ഞാൻ സിസ്റ്റേഴ്സ് കൊണ്ടാണ് വെട്ടുന്നത്. അതിൻ്റെ തലഭാഗം ഇതുപോലെ എടുത്ത് മുറിച്ചിട്ട് ഇങ്ങനെ താഴോട്ട് കട്ട് ചെയ്ത് വിടുക. അപ്പം അതിനകത്ത് നല്ല പനഞ്ഞീനുള്ള സമയമാണിപ്പം. നല്ല പനഞ്ഞീനുണ്ട്. അപ്പോൾ പനഞ്ഞീൻ എടുക്കണ്ട. പനഞ്ഞീൻ അവിടെ വെച്ചിട്ട് തന്നെ അതിൻ്റെ കുടലൊക്കെ എടുത്ത് കളയുക കേട്ടോ. ഇത്രയും ഞാൻ കുടലെടുത്ത് കളഞ്ഞിട്ടും ആ പനഞ്ഞീൻ അതിനകത്ത് സേഫായിട്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ സൈഡിൽ അതിൻ്റെ 2 സൈഡിലായിട്ട് കുറച്ച് ഈ ബ്ലാക്ക് കളറിലുള്ള കുറച്ച് ഒരു ബ്ലാക്ക് സാധനമുണ്ട്. അതെടുത്ത് നമുക്ക് കളയണം. അപ്പോൾ ഒന്നുകിൽ അത് നമ്മുടെ സിസ്റ്റേഴ്സ് കൊണ്ട് കളയാം, ഇല്ലെങ്കിൽ വാഷ് ചെയ്യാൻ നേരത്ത് നമ്മൾ കൈ കൊണ്ടൊന്ന് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ചിരണ്ടി വിട്ടാൽ അത് പെട്ടെന്ന് പൊക്കോളും. ഭയങ്കര ഈസിയാണ്. പക്ഷേ എപ്പോഴും ഈ പനഞ്ഞീൻ അതിനകത്ത് വെച്ചിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പം മീൻ കറിക്കും മീൻ വറുക്കുമ്പോഴാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ആ പനഞ്ഞീൻ അതിനകത്തിരുന്ന് വെച്ചാൽ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ അത് പുറത്തെടുത്ത് വെച്ചാണല്ലോ ചെയ്യാറ്. അതിനുശേഷം ആ സിസ്റ്റേഴ്സിൻ്റെ ആ പുറം ഭാഗം കൊണ്ട് തന്നെ നമുക്ക് സ്കെയിൽസ് എടുത്ത് കളയാൻ പറ്റും. ഒന്നുകിൽ തലഭാഗത്ത് പിടിച്ചിട്ട് താഴത്തെ സൈഡിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ചിരണ്ടുക, അല്ലെങ്കിൽ നമുക്ക് വാലിൽ പിടിച്ചിട്ട് ചിരണ്ടിയാലും മതി. സ്കെയിലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് മുകളിലേക്ക്. അപ്പം നമ്മുടെ മത്തി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമാണ്. ഇത് വലിയ മത്തിയാണ്ട് നല്ല രസമാണ്. നല്ല വലിയ മത്തിയാണ്. നല്ല കാണാൻ നല്ല സുന്ദരിയാണ്. നല്ല പനഞ്ഞീനൊക്കെയുള്ള സാധനം. ഇപ്പം മത്തി കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ്. കാരണം പനഞ്ഞീനുള്ളതുകൊണ്ട്. ഞങ്ങളിവിടെ പനഞ്ഞീൻ എന്നാണ് പറയുന്നത്. ചില സ്ഥലത്ത് മീൻ മുട്ടയെന്ന് പറയും. ആ ഒരു സമയമായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് മത്തി കഴിക്കാൻ. പിന്നെ ഒത്തിരി ഒമേഗ 3 ഒക്കെയുള്ള ഫിഷാണല്ലോ ഇത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ മീനിനേക്കാളും ഗുണം ഈ ചെറിയ മത്തിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടിപ്പം മത്തി ധാരാളമായി കിട്ടാനുമുണ്ട്. കണ്ടോ, ഞാൻ എല്ലാ മീനും പനഞ്ഞീൻ അതിനകത്ത് വെച്ചിട്ടാണ് മുറിക്കുന്നത്. എനിക്ക് മീൻ വെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, സ്കെയിൽസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേണം നമ്മൾ ഈ സ്കെയിൽസ് വെച്ചിരിക്കുന്ന ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേണം നമ്മൾ സിസേഴ്സ് വെച്ച് ചിരണ്ടി എടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് പോയി കിട്ടും. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കഴുകാൻ എടുക്കുമ്പോൾ അകത്ത് ഒന്നുകിൽ സിസേഴ്സ് വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ അകത്തെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് വെച്ച് നമുക്ക് ചിരണ്ടി അത് കളയാവുന്നതാണ്. എല്ലാം ഒരു 4-5 പ്രാവശ്യം കഴുകിയ ശേഷം കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ തീരെ എല്ലാ ഉളുമ്പുകളും മണമൊക്കെ മാറിക്കിട്ടും. അപ്പം നല്ല ക്ലീനായിട്ട് കിട്ടും. നല്ല രസമായിട്ട് തന്നെ മത്തി ക്ലീനായി കിട്ടും. കേട്ടോ, ഇത് ഞാൻ വേറൊരു രീതിയിൽ മത്തിയുടെ ഇത് പിടിച്ചിട്ട് കാണിക്കുന്നതാണ്. അതായത് തല വെട്ടിക്കളയുക. തല വെട്ടി വിടാതെ തന്നെ താഴോട്ടിങ്ങനെ വെട്ടിക്കളയണം. കണ്ടോ, വയറിൻ്റെ ആ ഭാഗം മുഴുവൻ. അതിന് ശേഷം നമ്മൾ ആ സിസേഴ്സിൻ്റെ ഒരു സൈഡ് കൊണ്ട് അകത്തേക്ക് കുത്തി അതിൻ്റെ കുടൽ എടുത്ത് മാറ്റിക്കളയുക. അപ്പോഴത്തേനും മറ്റേ പനഞ്ഞീനെ ഒന്നും സംഭവിക്കുന്നില്ല, അതവിടെ തന്നെ ഇരിക്കുകയാണ്. കണ്ടോ, എന്തുപോലെ പനഞ്ഞീനാന്ന് നോക്കി. നല്ല ഇപ്പം ഈ സമയം അതാണ്, പനഞ്ഞീനുള്ള സമയമാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ മത്തി കൂട്ടേണ്ടത്. ഇനി നമ്മൾ നേരെ വാല് ചെത്തിക്കളയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്കെയിൽസ് എടുത്ത് കളയാം. നമ്മൾ തള്ളവരൽ കൂട്ടി പിടിക്കുക. എന്നിട്ട് മേളിൽ നിന്ന് താഴെ ഇവിടെ വാലിൻ്റെ ഭാഗത്തു നിന്ന് മേളിലേക്ക് നമ്മൾ സിസേഴ്സ് കൊണ്ട് ചിരണ്ടി കളഞ്ഞാൽ സ്കെയിൽസ് പെട്ടെന്ന് പോരും. ഇപ്പം നമുക്ക് കടയിലൊക്കെ വെട്ടിക്കിട്ടും. എന്നാലും പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെയും ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം ചിലപ്പോൾ എനിക്ക് സമയം കാണത്തില്ല അവിടെ വെയിറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ അതോട് തന്നെ കൊണ്ടുവരും. എനിക്ക് മീൻ വെട്ടാൻ അധികം സമയമൊന്നും വേണ്ട. എനിക്ക് ഇഷ്ടമാണ് വെട്ടാനും. അതുകൊണ്ട് എനിക്ക് പറ്റുമ്പോൾ ഞാൻ വെട്ടാതെ എങ്കിൽ മേടിച്ചോണ്ട് പോരും. കാരണം വെട്ടിക്കളഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം അല്ല അവർ വെട്ടുന്നതെന്ന് എനിക്കൊരു തോന്നുന്നത്.
ചിലപ്പോൾ ഈ തലയൊക്കെ വെച്ചൊക്കെ ചില മീനൊക്കെ തരുന്നതാണത്. അപ്പം ഞാൻ ഇനി നമ്മുടെ ഇഷ്ടത്തിന് വെട്ടണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സമയമില്ലെങ്കിൽ നമുക്ക് വെട്ടിക്കൊണ്ട് പോരാം. അന്നേരം എളുപ്പമുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കൈ കൊണ്ട് ആ സൈഡിലെ കറുപ്പ് ചിരണ്ടി കളയാണ്. ഇതിനകത്തൊരു പരിചിട്ട് സൈഡിലായിട്ട് അതിൻ്റെ ഇതിൽ ആ കറുപ്പ് അതുണ്ട്, അത് നമ്മൾ കളയണം. അപ്പോൾ ഞാനതിന് അരപ്പൊക്കെ പുരട്ടി, അരപ്പെന്ന് പറഞ്ഞാൽ കാന്താരി, വെളുത്തുള്ളി, ഇഞ്ചി, ചുമല മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഞാൻ അരച്ച് പുരട്ടുന്നത്. അരച്ച് പുരട്ടി ഒരു അരമണിക്കൂർ വെച്ച ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഇതിനിടയ്ക്ക് അച്ചിങ്ങ ഉലർത്തി മീൻ വറുക്കാനായിട്ട് പാനിൽ വെച്ചു. അങ്ങനെ മീൻ വറുത്ത് കിട്ടി. ഇതിനിടയ്ക്ക് ഞാൻ ബാക്കി മീനിനെടുത്ത് കറിയും വെച്ചു. ഇതെല്ലാം ഒരേ സമയത്ത് നടന്നു എന്നുള്ളതാണ്. അപ്പം മീൻ കറിയും വെച്ചു, മീൻ വറുക്കുകയും ചെയ്തു. അപ്പം നല്ല കുശാലൂണായിരുന്നു ഇന്ന്. നല്ല ചുട്ട ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ഊണായിരുന്നു. സിമ്പിളായിരുന്നു, പക്ഷേ വെരി ടേസ്റ്റി ആയിരുന്നു. ചുട്ട ചമ്മന്തിയും ലോലോലിക്ക അച്ചാറും അച്ചിങ്ങായും മത്തി വറുത്തതും.